നമ്മളിപ്പോൾ സോൻമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സോൻമാർഗിൽ എത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ രണ്ടാളും ഷൂസൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം പെട്ടെന്ന് അവിടെ വണ്ടി സൈഡാക്കി. അപ്പോൾ തന്നെ മുമ്പ് തന്നെ കിട്ടി. ഇന്നലെ നമുക്ക് ഈ ഷൂസ് ഇടാത്തതുകൊണ്ട് ഭയങ്കര പണി കിട്ടി. ഇതിൻ്റെ ഉള്ളിലെല്ലാം നമ്മുടെ സാധാരണ ഷൂസ് അങ്ങനെ തണുപ്പ് അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാ. അല്ല ഇന്നലെ അതിൻ്റെ ഉള്ളിലൂടെ ഐസ് വീണിട്ട് അല്ലേ ഷൂസിൻ്റെ ഇത് മനസ്സിലായത്. ഷൂസിൻ്റെ ഉള്ളിലൂടെ ഫുൾ ഐസ് കയറിയിട്ട് ഭയങ്കരമായിട്ട് സോക്സ് ഒക്കെ നനഞ്ഞ്. അതെ അതെ. അപ്പോൾ കുറച്ച് ദൂരം നടക്കാണ്ട് ഇവിടുന്ന് ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത്. അല്ല അടിപൊളി ഒരു അല്ലേ, പറകിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കംപ്ലീറ്റ് ഐസിൽ മുങ്ങി കിടക്കുന്നുണ്ട് അല്ലേ. അത് നേരിട്ട് ഒന്ന് കാണണം അല്ലേ, കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സംഭവം തന്നെ. എന്തായാലും ലൈഫിൽ എപ്പോഴും ഒരിക്കൽ അല്ലേ പറ്റുമെങ്കിൽ എന്തായാലും വരാൻ ശ്രമിക്കണം ഇവിടെ. ഇതിപ്പോ സൂര്യന്റെ വെയിൽ കൊണ്ടിട്ടാണ് ആ മരത്തിന്റെ മുകളിൽ ഐസൊക്കെ അലിഞ്ഞു പോയത് കേട്ടോ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് വെള്ളമായിരിക്കും. തണുപ്പ് ഇപ്പൊ തന്നെ കൈ അല്ലേ അതെ, കൈ ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട് ഇപ്പൊ മരവിച്ചിട്ട്. ഇവിടെ ഒരു സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നായകൻ നമ്മുടെ ചേട്ടായി. വേറെ ഒന്നുമില്ല, ഇവരിവിടെ പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ റീൽസ് ആക്കിയിട്ടുണ്ട് കിട്ടലിനായിട്ട്. അപ്പോൾ ആ റീൽസ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതുകൊണ്ട് പിന്നെ അവരുടെ ആക്കിത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഷൂട്ട് ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏട്ടൻ്റെ അടിപൊളിയായിട്ട് എടുത്തു തരുന്നുണ്ട്. അത് വേറെ കാര്യം, നല്ല കിഡലിനായിട്ട് അവർ എടുത്തു തരുന്നുണ്ട്. കണ്ടോട്ടെ നിങ്ങൾ. ഒരാളുടെ മഞ്ഞ് കണ്ടിട്ട് മതിയായില്ല എന്നാ പറഞ്ഞത്. മഞ്ഞ് കളിച്ച് മതിയായിട്ടില്ല, കുറെ നേരമായി മഞ്ഞ് എടുത്തിട്ട് തട്ടിക്കളിച്ച് കുറെ സമയമായി അല്ലേ. കൈ അങ്ങനെ തണുക്കുന്നില്ല, കാല് ഭയങ്കരമായി തണുക്കുന്നുണ്ട് കാരണം നമ്മൾ രാവിലെ ഇറങ്ങുമ്പോ നല്ല തണുപ്പായിരുന്നു കാലിന്. അപ്പൊ അതുകൊണ്ട് ഹീറ്റർ ചൂടാവാനുള്ള അവസരം കിട്ടിയിട്ടില്ല കാലിന്. അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ അല്ലേ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഇവള് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ നമ്മൾ കപ്പിളായിട്ടും സിംഗിളായിട്ടൊക്കെ റീൽസ് എടുത്തിട്ടുണ്ട്. അതെ, പക്ഷെ അവരെടുക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടേ അല്ലെ. അവരെ ഫോണിൽ നല്ല പിന്നെ ഐഫോൺ തന്നെയാണ് അവര്. അപ്പോൾ പ്രോ എന്തോ ഫോണാണ്, അപ്പോൾ അതിൽ നല്ല വൃത്തിക്ക് അല്ലേ എടുത്ത് ചെയ്യുന്നുണ്ട് അവര്. അപ്പോൾ എഡിറ്റ് ചെയ്തതിന് ശേഷം കാണാം അല്ലേ. നല്ല കാണിച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട് അവരെടുത്തത്. എന്താ നിങ്ങൾ പിറകിൽ കണ്ടില്ലേ കംപ്ലീറ്റ് ഐസ്. അവിടെ കുറേ വീടുകൾ പോലത്തെ ബിൽഡിങ്ങുകളുണ്ടല്ലേ, എനിക്കൊന്നും എന്തോ ഗസ്റ്റ് ഹൗസ് ടൈപ്പ് സാധനങ്ങളാണിത്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു പണി കിട്ടി. എന്താണെന്നറിയോ, നമ്മളിന്ന് വന്ന ഉടനെ തന്നെ ഇവിടെ പിന്നെ കംപ്ലീറ്റ് ഇന്ന് ക്ലോസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 13-ാം തീയതി അല്ലേ, 13-ാം തീയതി ഇവിടെ പ്രധാനമന്ത്രി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവര് കംപ്ലീറ്റ് ആയിട്ട് റൈഡൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, 3 ദിവസം മുമ്പേ ഇവര് ക്ലോസ് ചെയ്ത് വെച്ചു. അതാണ് കാരണം രാവിലെ ഓപ്പൺ ആയിരുന്നു എന്നാ പറഞ്ഞത്. രാവിലെ ഓപ്പൺ ആയി, ജസ്റ്റ് നമ്മൾ എത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇത് ഇവർ ക്ലോസ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് നമുക്ക് വലിയ പണി കിട്ടി അല്ലേ. അല്ല ഗെയിമില് ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ കയറണമെന്നുണ്ടായിരുന്നു അല്ലേ. അത് ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത്, ആ ബൈക്കിൽ കയറണം എന്നുള്ളത്. അപ്പൊ പക്ഷേ ഭയങ്കര റേറ്റ് ഉണ്ട്. പൈസ കുറച്ച് പൊടിക്കാൻ പറ്റുമെന്ന് മാത്രം വന്നാൽ മതി കേട്ടോ, അത് മുൻകൂട്ടി പറയാം. ഒരു 50,000 രൂപ പൊടിക്കാനായിട്ട് അല്ലാണ്ട് എല്ലാ റൈഡിലും നാട്ടിൽ നിന്നെല്ലാം വരുന്ന ആൾക്കാർ അങ്ങനെ
കാരണം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ആഗ്രഹിക്കും ഏതെങ്കിലും ഒന്നിലും ഒരു പ്രാവശ്യമെങ്കിലും കയറണം എന്നല്ലേ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചില്ല, കാരണം അത്രയും പൈസ പ്രാന്തല്ലേ. കാരണം എനിക്ക് ഈ മഞ്ഞ് കണ്ടെന്നുണ്ടല്ലോ ഇവിടെ അവര്, കാരണം ബാർഗൈനിങ് ആണ് മെയിൻ. നമ്മളിപ്പം വന്ന സമയത്ത് നമ്മളോട് ഇവിടെ നമ്മള് വന്ന ഗേറ്റ് തൊട്ട് സംസാരിച്ച് പിറകെ വന്ന് അത് വാങ്ങ ഇത് വാങ്ങ അതാക്കി ഇതാക്കുന്നല്ലേ. അതാണ് നമ്മൾ വണ്ടി ആദ്യം വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വണ്ടി എന്ന് പറഞ്ഞത് ബൈക്ക് വെച്ച് രസമാണെന്ന് പറഞ്ഞല്ലേ. അതെ അതെ, ബൈക്കാന്ന് വിചാരിച്ചിട്ട് റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ സ്റ്റേജിന് ഓരോ റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ ബൈക്കിൽ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ. വന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ മരത്തിന്റെ അല്ലേ ഒരാൾ വലിക്കും, ബാക്കിലിരുന്നോളൂ. അതന്നെ അതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പറയില്ല, ഞാൻ കാണിച്ചു തരാം. അതിലൂടെ ഒരാളെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്, താലോട്ടൊക്കെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആ സംഭവം പക്ഷെ അതിനോട് നമുക്ക് താല്പര്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു. ഏതായാലും കുറച്ചുകൂടി മുകളിലോട്ടൊക്കെ ഒന്ന് നടന്ന് പോയി നോക്കട്ടെ എന്തുണ്ട് അവിടുത്തെ അവസ്ഥ. ഭയങ്കര തണുപ്പായിട്ടോ, എല്ലാവരും ചൂട് കഴിയുന്നുണ്ട്. ഐസിന്റെ മുകളിൽ ടിന്ന് വെച്ചിട്ട് ഐസിലിരുന്നുകൊണ്ട് നല്ല അടിപൊളി ചൂട് ചായ കുടിക്കുന്നുണ്ട്. ഭയങ്കര തണുപ്പ്, തണുത്ത കാറ്റ് അല്ലെ. ഐസിന്റെ മുകളിൽ കാറ്റടിക്കും ഭയങ്കരമായിട്ട് തണുക്കുന്നു. അപ്പൊ വിചാരിച്ചു അതെ നമ്മളത് കസേരയിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. കസേരയുടെ പകുതി കാല് ഇതായിപ്പോ മഞ്ഞിന്റെ അകത്തുള്ള കേട്ടോ. കസേരന്റെ പകുതി കാല് ഞാനൊരു സ്ഥലത്ത് പോകാന്ന് വിചാരിച്ചു, നല്ല ഹൈറ്റിൽ വീണത് അത്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ രണ്ട് മലയാളീസിനെ കിട്ടിയിട്ടുണ്ടേ. അതെ അതെ, നമ്മുടെ അയൽവാസികൾ തന്നെയാണ് ഇവര്, വയനാട്ടുകാരാണ്. പേരൊന്ന് പറഞ്ഞോ? അമൽ രേഷ്മ, രണ്ടുപേരുണ്ട്. ഇവരും ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കണ്ടത് വളരെ സന്തോഷം. നമ്മളങ്ങനെ നടന്നിടന്ന് കുറച്ച് മുകളിലോട്ടേക്ക് എത്തിയിട്ടുണ്ടേ. ഇതിൻ്റെ സൈഡിലൊക്കെ മഞ്ഞ് ഇങ്ങനെ അല്ലേ, മഞ്ഞും മലകളിങ്ങനെ. മഞ്ഞ് കണ്ട് മടുത്തു. ഇവർക്ക് മഞ്ഞ് കണ്ടിട്ട് മടുത്തുന്ന്. മഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹം കുറേ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത്. കാരണം അതെ, ഈ ഒരു പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉണ്ടായിട്ട് ഇതൊന്നും വന്ന് കണ്ടിട്ടില്ലെങ്കിൽ അത് വളരെ മോശമാണല്ലേ. എന്തായാലും ഒന്ന് വന്ന് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ നടക്കുന്ന വഴിയില്ലേ കംപ്ലീറ്റ് ഇവർ മറ്റേ ആ മരത്തിൻ്റെ ഇത് നമ്മൾ കാണിച്ചു തന്നില്ലേ നേരത്തെ, ആ സാധനം വെച്ച് വലിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും റോഡിൻ്റെ ലൈന് വരച്ച മാതിരി ഉണ്ട് കംപ്ലീറ്റ്. മുകളോളം കണ്ട നിങ്ങൾ ഈ ലൈൻസ് കണ്ട, ഇത് മൊത്തം അവിടെ നിന്ന് വന്നതാ. അതിൻ്റെ കുറച്ച് ദൂരം കൂടി മുകളിൽ ഇങ്ങനെ നടക്കാനുണ്ട്. മഞ്ഞിൻ്റെ അകത്ത് ഒരു എലീനെ കണ്ട. നമ്മളങ്ങനെ നടന്നതാ ഇതിൻ്റെ ടോപ്പിൽ, കുറച്ച് ഫുൾ ടോപ്പല്ല അതിൻ്റെ പകുതിക്കല്ലേ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ട്. ഇവിടെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതെ, റീൽസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ചേട്ടൻ്റെ ഇതുണ്ട്, ആ കട എന്തായത് പോപ്കോൺ അല്ലേ, പോപ്കോൺ ചൂടാക്കുന്ന കടയുണ്ട്. ഏതായാലും നമുക്കൊരു പോപ്കോൺ വാങ്ങിക്കഴിക്കാം. അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് വേണ്ടിയുള്ള ചോളം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ ചോളത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ചേച്ചിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ചോളം വാങ്ങി. ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പോൾ എന്താ നമ്മളെ ചോളം കിട്ടിയിട്ടുണ്ട്. ഇതില് ഇന്നലെ കുറച്ച് ഉപ്പ് അധികം, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ചെറുനാരങ്ങ ഉരച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പിൽ മിക്സ് ചെയ്തിട്ട് അല്ലേ. ഉപ്പ് പറങ്കിപ്പൊടി, അത് ചെറുനാരങ്ങ മുക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഉരച്ചു കൊടുക്കും. അതെ, സ്വീറ്റ് കോൺ. അതുകൊണ്ട് പുളിയുണ്ട്, അതുപോലെ എരിവുണ്ട്, പിന്നെ ഉപ്പുണ്ട്. പോപ്കോണും കഴിച്ചോട് നമ്മൾ കുറച്ച് മുകളിലോട്ടേക്ക് ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിക്കുന്നുണ്ടേ. തണുപ്പിനെ നമ്മൾ മറികടന്നു അല്ലേ. ആ ഇപ്പൊ വീഴും ചേച്ചി, ഇപ്പൊ വീഴും കേട്ടോ. നമ്മൾ നടന്ന് അങ്ങോട്ട് പോട്ടെ. നമ്മൾ മഞ്ഞുമല കയറി കയറി കുറേ മുകളിലോട്ട് എത്തിയിട്ടുണ്ടേ. താഴെയുള്ള ഒരുപാട് ആൾക്കാർ, നമ്മളാ റോഡൊക്കെ അങ്ങ് താഴെയുള്ളത്. നമ്മൾ നടക്കുന്ന വഴിയണ്ട, ഫുള്ള് ദേവദാരു മരങ്ങളിൽ, വലിയ കൂറ്റ മരങ്ങളിൽ കേട്ടോ. അതാ ഒരു മരത്തിൻ്റെ വണ്ണം കണ്ടില്ലേ. നമ്മളിതാ താഴേന്ന് നടന്ന് വന്നതാ. അയ്യോ ശ്വാസം കിട്ടുന്നില്ലേ. അപ്പോൾ നീ ഓടി വന്ന് തൊട്ടോ, ഞാൻ എടുത്തു തരാം പോരെ. കുറേ നേരമായി വീഡിയോ എടുത്തു തരാൻ വേണ്ടി പറയുന്നേ.
കുറച്ച് റീൽസ് ഇതാ ഇപ്പോൾ വീഴുവേ. നമ്മളങ്ങനെ കയറി ഇതാ ലക്ഷ്യ സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടേ. ഇതാ ഇതിൻ്റെ മുകളിൽ അടുത്ത സ്റ്റെപ്പായത്, അടുത്ത സ്റ്റേജ് ആയത്. ഇതാ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതാ അതാ വീണ്. സന്തോഷമായില്ലേ ചേച്ചി? വീണപ്പോൾ സന്തോഷമായില്ലേ? എന്താണീക്ക് ഇതാണ് എപ്പോൾ വീഴാന്നോ ഒന്നും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ലപ്പോൾ കാല് വെച്ചില്ലേ അല്ലേ? എപ്പോൾ വീണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. ആ ഇന്ന് വീഴൽ കുറവാണ്. അതാ പോന്നാ അത് വീണോളൂ, കുഴപ്പമില്ല. ഇതിലെ ആൾക്കാർ നടന്നത് കുറവാണ്, അതുകൊണ്ടാണ് ഇറങ്ങുന്നത് കേട്ടാ. നമ്മൾ മുകളിലെത്തിയത് ഇവിടെ കടകളെല്ലാം ഉണ്ട്. ഇവിടെ മാഗി ചൂടോടെ അതുപോലെ ചായയൊക്കെ കിട്ടും. നമുക്ക് എന്താ ഉള്ളത് നോക്കാമല്ലോ. ഇവിടെയും ചായയും മാഗിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. കുറേ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് തീ കായുന്നുണ്ട്. തീ അവിടെ തീ ഇട്ടിട്ട് നമ്മൾ താഴെ കണ്ടില്ലേ, അതുപോലെ തീ കായുന്നുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് അവരിതാ തീ ഇവിടെ കൊണ്ടു തരുന്നുണ്ട്. നമ്മൾ രണ്ടാളും ഇതാ ഇവിടെ ഇരുന്നിട്ട് തീ കായലാണേ. ഐസ് എല്ലാം എടുത്തിരുന്നിട്ട് തീ കായാൻ എന്ത് സുഖം അല്ലേ? ഒരു ചൂട് നമ്മളെ കൈക്ക് കിട്ടുമ്പോ തണുത്തില്ല അല്ലേ? എന്നാ പൊട്ടുന്നേ പടക്കണ്ടോ? ഒരാളാടുന്ന് മരം വെട്ടുന്നുണ്ട് കേട്ടാ. അതിവിടെ തീ കായാനോ അതുപോലെ ഈ കടയിലേക്കുള്ള വിറകൊക്കെ ശേഖരിക്കുന്ന. നമ്മളങ്ങനെ ഇതിന്റെ ഏകദേശം അല്ലെ ഈ ഒരു സൈഡില് പല പല സൈഡായിട്ടാണ് ഇതുള്ളത്. നമ്മള് ഇപ്പൊ നമ്മൾ വന്നത് ഇത് മൂന്നാമത്തെ തട്ടാണ്. അപ്പോൾ ഇതിന്റെ മുകളിലോട്ട് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ടേക്കില്ല കേട്ടോ. അതിന്റെ പിറകില് ഇതാ ആരും അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഇവിടെ ഒരു കടയും കൂടിയേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ വന്നിട്ടുള്ളൂ. ഇതിന്റെ വേറെ റൂട്ട് ഉണ്ട് കേട്ടോ, മുകളിലേക്ക് പോകാൻ പറ്റുന്നേ. കാറ്റടിച്ചിട്ട് മുകളിൽ നിന്ന് മഞ്ഞ്, മരത്തിന്റെ മുകളിൽ തങ്ങിക്കുന്ന മഞ്ഞില്ലേ, അത് ഇങ്ങനെ മുഖത്തേക്ക് വരുന്നുണ്ട്. എന്ത് തണുപ്പ് അല്ലേ? അത് മുഖത്തേക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ചെറിയ ചെറിയ തരിതരിയായിട്ട് നമ്മളെ പറയല് മൊത്തം വലിയ വലിയ മരങ്ങൾ കേട്ടോ. ഇതെല്ലാം ദേവദാരുണ മരങ്ങളാണേ, കംപ്ലീറ്റ് അങ്ങോളുണ്ട്. ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ശരിക്കും മതിയാവുന്നില്ല. ഏകദേശം തീരാനായിട്ടുണ്ട്. നമ്മളിനിയിപ്പോ താഴെ ഇറങ്ങാന്നാ വിചാരിക്കുന്നത്. അപ്പോൾ ബാക്കി താഴെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അല്ലേ ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഹൽഗാമിൽ നമുക്ക് മരങ്ങൾ പൊതുവെ കാണാൻ കിട്ടൂല, അത് പ്ലെയിൻ ആണ്. പക്ഷേങ്കിൽ ഈ സോൻമാർഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് താഴ്വരയാണ്. ഇവിടെ മരങ്ങൾ ദേവദാരു മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലം. സോൻമാർഗ് അടിപൊളി സംഭവമാണ് അല്ലേ? അടിപൊളി സംഭവം. ഇവിടെ ബൈക്ക് റൈഡ് നടത്തുന്ന ബൈക്കുകളില്ലേതാ ഈ താർപ്പായി വെച്ച് പൊത്തി വെച്ചിരിക്കുന്നത് മൊത്തം അങ്ങനത്തെ വണ്ടികളാട്ടാ. കാരണം ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടികൾ മൊത്തം ഇവിടെ ഷെഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സോൻമാർഗിന് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവധി ആയതുകൊണ്ടാണ് ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തത്, തിക്കും തിരക്കും ഇല്ലാത്തത്. ആൾക്കാർ കുറവാണ്, റൈഡുകളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്ക് നമ്മുടേതായ എൻജോയ്മെൻറ്റ് നടന്നു. പക്ഷേങ്കിൽ പിന്നെ മറ്റുള്ള രീതിയിലുള്ള ഗെയിമോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും നടന്നില്ല. പിന്നെ ആൾക്കാരും കുറവായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം കിട്ടി അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ആയിട്ട് ഇഷ്ടം പോലെ സമയം കിട്ടി. അതുകൊണ്ട് നമ്മൾ പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, സോൻമാർഗിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ അതെ, എല്ലാവർക്കും പറ്റുമെങ്കിൽ വരിക. കാരണം പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറച്ച് ശരിക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ ശരിയായ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് വന്നിട്ട് തന്നെ കാണണം. കാരണം വീഡിയോയിൽ കാണണ്ടല്ല, ശരിയായിട്ട് നമ്മൾ പിന്നെ വന്നു കഴിഞ്ഞാലേ ശരിക്കും ഇതിൻ്റെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും പറ്റുന്നവരൊക്കെ വരിക. ഏതായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഏതായാലും ബായ്.